കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ 2022 കമ്പനി കോർപ്പറേഷൻ ബോർഡ് അക്കൗണ്ടന്റ് പരീക്ഷ ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. 2022 സെപ്റ്റംബർ 25 അവസാനമായിട്ട് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ബോർഡ്സ് അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ കീപ്പർ, മാനേജർ, ക്ലർക്ക് തുടങ്ങിയ വിവിധ ഇനം തസ്തികകളിലേക്ക് ഒറ്റ പരീക്ഷ നടത്തിയത്. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട 100 ക്വസ്റ്റ്യനുകളുള്ള OMR പരീക്ഷയുടെ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഓരോ ചോദ്യങ്ങളുടെയും ശരിയായ ഓപ്ഷൻ എന്താ എന്നും ആ ഓപ്ഷന് വരാനുള്ള കാരണവും മറ്റുള്ള ഓപ്ഷനുകൾ എന്തുകൊണ്ട് തെറ്റായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. An item is valued at the exchange price at the date of acquisition and shown in the financial statement at the value or an amortized portion of it. This is as per the principle of full disclosure, cost, materiality, consistency. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയുന്നവർക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ശരിയായ ആൻസർ 1ന്റെ ഓപ്ഷൻ ബി ആണ്, കോസ്റ്റ് ആണ്. അതായത് കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം അസറ്റ് ആർ റെക്കോർഡ് അറ്റ് ദ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ നോട്ട് ദ കറന്റ് മാർക്കറ്റ് വാല്യൂ, ഇന്നത്തെ വില എന്ത് എന്നല്ല, വാങ്ങുമ്പോഴത്തെ വില ഹിസ്റ്റോറിക്കൽ പ്രൈസിന്റെ ബേസിലാണ് പ്രൈസ് റെക്കോർഡ് ചെയ്യാറ്. അതിനാണ് കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാറ്. ഇവിടെ ഓപ്ഷനിൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിച്ചതാണ്. മറ്റുള്ള ഓപ്ഷനുകളും നോക്കേണ്ടതുണ്ട്. ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ മീൻസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട് എന്നും. മെറ്റീരിയാലിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഓൺലി സിഗ്നിഫിക്കന്റ് ഐറ്റംസ് നീഡ് ഡീറ്റെയിൽഡ് അക്കൗണ്ടിങ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കാണിച്ചാൽ മതി എന്നും. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് അപ്ലൈഡ് അക്രോസ് പീരിയഡ്. ഒരു കാലത്തേക്ക് ഒരു അക്കൗണ്ടിങ് പീരിയഡിലേക്ക് ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സ്, ഉദാഹരണമായിട്ട് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അത് ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ആൻസർ ബി ആണെന്ന്, കോസ്റ്റ് ആണെന്ന് പറഞ്ഞ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when a sole proprietor decide to use same bank account for his business as well as personal affairs, the dash accounting principle is violated. ഒരാള് അദ്ദേഹത്തിന്റെ ബിസിനസിന് വേണ്ടിയിട്ടും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരേ അക്കൗണ്ട് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ വയലേഷൻ എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. അതേ ആൻസർ പറയാം. 2ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ പ്രിൻസിപ്പിളിനെതിരാണ് ഈ പറഞ്ഞ പ്രയോഗം. അതായത് സോൾ പ്രൊപ്പറേറ്റർ സെയിം ബാങ്ക് അക്കൗണ്ട് ബിസിനസിന് വേണ്ടിയിട്ടും പേഴ്സണൽ അഫയേഴ്സിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് എൻറ്റിറ്റി എന്ന പ്രിൻസിപ്പിളിന് എതിരാണ്, എൻറ്റിറ്റി കോൺസെപ്റ്റിനെതിരാണ്. മറ്റുള്ള ഓപ്ഷൻസ് നോക്കേണ്ടതുണ്ട്. ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു അസംഷൻ ആണ്. അസ്യൂം ബിസിനസ് കണ്ടിന്യൂസ് അല്ലെ, ബിസിനസ് എക്കാലത്തേക്കും ഉള്ളതാണ്, ബിസിനസ് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒരാൾ മാറിയതുകൊണ്ടോ ഡയറക്ടർ മാറിയത് കൊണ്ടോ ബിസിനസിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നില്ല. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ എവിഡൻസ്. ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെതായ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെന്നും. മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ സിഗ്നിഫിക്കന്റ് ഓഫ് ഐറ്റംസ്, മെറ്റീരിയൽ ഫാക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ചെറിയ കണക്കുകൾ, 5 പൈസ 10 പൈസ കേസുകളൊന്നും എന്ത് ചെയ്യേണ്ടതില്ല, അത്ര സിഗ്നിഫിക്കന്റ് അല്ല, ഇമ്പോർട്ടന്റ് അല്ല. മെറ്റീരിയൽ ഫാക്ട്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എൻറ്റിറ്റി എന്ന എന്താ പറയാ എൻറ്റിറ്റി കോൺസെപ്റ്റിനെയാണ്, അതായത് ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്നാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂസിങ് വൺ അക്കൗണ്ട് മിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ വയലേഷൻ ആണ് നടക്കുന്നത്. ബിസിനസ് വേറെ പ്രൊപ്പറേറ്റർ വേറെ എന്നാണ് കോൺസെപ്റ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി ബേസിസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോളോഡ് ബൈ ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനികൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നത്? ക്യാഷ് ബേസിസ് ആണോ, അക്രൂവൽ ബേസിസ് ആണോ? അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം.
ഇതിലേതാണ് ശരിയായ ആൻസർ എന്നാ ചോദിച്ചത്. ആൻസർ ആദ്യമേ പറയാം. 3ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സി എന്ന് പറയുമ്പോൾ അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പൊ എന്താണ് അക്രൂവൽ ബേസിസ്, എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം നോക്കാം. ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ റെക്കോർഡ്സ് ഓൺലി വെൻ ക്യാഷ് റിസീവ്ഡ് ഓർ പെയ്ഡ്, ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം, ക്യാഷ് റിസീവ് ചെയ്തെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യപ്പെടുക. അത് നിലവിൽ ഈ രീതിയല്ല കമ്പനികൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ആൻസർ വരാനത്. മറ്റൊന്ന് അക്രൂവൽ ബേസിസ് ആണ്. അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ റെക്കഗ്നൈസ് ഇൻകം എക്സ്പെൻസ് വെൻ ദേ ഏൺഡ് വെൻ ദേ ഇൻക്വയർഡ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആൻസർ ഒന്നില്ല, അതിലേറെ ശരിയായ ആൻസർ പിന്നീട് വരുന്നുണ്ട്. അതിനാലാണ്, അതായത് അക്രൂവൽ പ്ലസ് ഡബിൾ എൻട്രി, അതാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. അപ്പൊ ഡബിൾ എൻട്രി എന്താ നോക്കേണ്ടത്. ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ ഡബിൾ എൻട്രിയും ശരിയാണ്, പക്ഷെ അത് മാത്രം വെക്കുമ്പോൾ എന്താവില്ല, ഇവിടെ ആൻസർ ശരിയാവില്ല. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആണ്, ആൻ അക്കൗണ്ടിങ് സിസ്റ്റം ആണ്, ഒരു അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആണ്. ഇൻ വിച്ച് ഈച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ഇൻ 2 ഡിഫറെന്റ് അക്കൗണ്ട്. അതായത് ഡബിൾ എൻട്രി ആണ്. ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഓരോ ട്രാൻസാക്ഷനും ഉണ്ടാകും. എങ്ങനെ, ദ ഗോൾ ഈസ് ടു ടാലി ബോത്ത് അക്കൗണ്ട്സ് ആൻഡ് എൻഷ്യൂർ ബാലൻസ്. ചുരുക്കി പറഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആണ്, ഡബിൾ എൻട്രി ആണ്. ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റുകൾ ഓരോ എൻട്രിക്കും ഉണ്ടാകുമെന്നാണ് ഈ ഡബിൾ എൻട്രി കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ശരിയായ ആൻസർ ഇന്ത്യൻ കമ്പനികൾ ഫോളോ ചെയ്യുന്നത് അക്രൂവൽ പ്ലസ് ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അക്രൂവൽ നമ്മൾ മുകളിലെ ക്വസ്റ്റ്യൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ഓപ്പണിംഗ് സ്റ്റോക്ക് 1,76,000, ക്ലോസിംഗ് സ്റ്റോക്ക് 10,560, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,83,040 and 40. 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് പർച്ചേസ് വിൽ ബി, പർച്ചേസ് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനൊരു ഫോർമുല ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. അതായത് അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് 1,83,040 നിന്നും 40ന്റെ കൂടെ 10,560 കൂട്ടിയിട്ട് അത് എന്ത് കുറക്കുക, 17,600 എന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ 1,76,000 എന്ന ആൻസർ കിട്ടും. വീണ്ടും പറയാം, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് COGS എന്ന ഒരു ഫോർമുല ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് എന്താന്ന് കണ്ടെത്താൻ പറ്റും. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് മൈനസ് ഓപ്പണിംഗ് എന്നത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1,76,000 എന്ന ആൻസറിലേക്ക് എത്താൻ പറ്റും. 5ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ദി concept business capital is shown in the liability side of balance sheet. Capital is shown on the liability side of balance sheet. ഏത് പ്രകാരമാണ് ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്? 5ന്റെ ശരിയായ ആൻസർ ആദ്യമേ പറയാം, ഓപ്ഷൻ എ ആണ്. അതായത് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. 5ന്റെ ആൻസർ എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഓണർ ആൻഡ് ബിസിനസ് രണ്ടും 2 ആണ് എന്ന കൺസെപ്റ്റാണ് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഓണർ ബിസിനസ് രണ്ടും 2 എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയതിനാലാണ് ക്യാപിറ്റൽ സൈഡിൽ ലാബിലിറ്റീസ് കാണിക്കാനുള്ള കാരണം. മറ്റുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഡുവൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഡുവൽ എഫക്റ്റ് ആണ്. ഓരോ എൻട്രിക്കും ഒരു ഡെബിറ്റ് ക്രെഡിറ്റ് എഫക്റ്റ് ഉണ്ടാകും എന്നാണ് ആ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അത് പ്രകാരം ഫോർമുല ഉണ്ടല്ലോ, അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്, അതും ഈ ഡുവൽ ആസ്പെക്ട്സിന്റെ ബേസിലാണ്. അക്രൂവൽ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ടൈമിംഗ് ഓഫ് റെക്കഗ്നിഷൻ ആണ്. വെൻ ഇൻക്വയർഡ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ സൂചിപ്പിച്ചല്ലേ.
പിന്നെ ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ അതൊരു അസംഷനാണ്, ഇത് ബിസിനസ് സദ്യയാണ്, എക്കാലത്തേക്കുള്ളതാണ്, അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് അത് അർത്ഥാക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യന്, which of the following condition is not true in case of remuneration payable to partners is allowed as a deduction of a partnership from under Income Tax Act 1961? ഇൻകം ടാക്സ് എന്നുള്ള ഒരു പാർട്ട്നേഴ്സിനുമായി സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. നോട്ട് ട്രൂ ആ ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഇത് പ്രകാരമുള്ള ആൻസർ 6 ഓപ്ഷൻ ബി ആണ്. റെമ്യൂണറേഷൻ ക്യാൻ ബി പെയ്ഡ് ടു ഓൾ പാർട്ട്നേഴ്സ് എന്നതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ യഥാർത്ഥ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൺലി വർക്കിംഗ് പാർട്ട്നേഴ്സ് ആർ എലിജിബിൾ, നോട്ട് ഓൾ പാർട്ട്നേഴ്സ് എന്ന് തിരുത്തേണ്ടിയിരുന്നത്. എപ്പോഴേ ശരിയാവുള്ളൂ. അപ്പൊ അതാണ് അവിടുത്തെ തെറ്റായ ആ സെന്റൻസ്. അപ്പോൾ ബാക്കിയുള്ള എന്താണ്? Remuneration must be authorized by partnership deed. Partnership deed cannot authorize payment of remuneration for any earlier period. ബാക്കിയുള്ള സെൻറ്റൻസുകളെല്ലാം ശരിയാണ്. ഇനി ഏഴിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് പാർട്ട്നേഴ്സ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചത്. ഏഴിൻ്റെ ആൻസർ പറയാണ് ഓപ്ഷൻ സി ആണ്. എ ഓർ ബി, ഇതർ എ ഓർ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് പറഞ്ഞത്. ഓപ്ഷൻ എയും ബിയോ ഇതിലൊന്ന് ആവാം. ഓപ്ഷൻസിൽ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഡിപ്പെൻസ് ആണ്, അത് സാഹചര്യം അനുസരിച്ച് എന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ടാണ് ഈതർ എ ഓർ ബി എന്ന് പറഞ്ഞത്. അതായത് ഡിപ്പെൻസ് ഓൺ വെദർ ഫേം മെയിൻറ്റെയിൻ ഫിക്സഡ് ക്യാപിറ്റൽ ഓർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഏത് ക്യാപിറ്റൽ മെത്തേഡിനാണ് ഫേം ഫോളോ ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ ഓപ്ഷന്. അതുകൊണ്ടാണ് എ ഓർ ബി എന്ന് പറയാനുള്ള കാരണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് continuing partners acquire the share of outgoing partners in dash ratio, gaining ratio or sacrificing ratio. ഇതിലായിരിക്കും ഡൗട്ട് ഉണ്ടാവുക. എട്ടിൻ്റെ ശരിയായ ആൻസർ 8 ഓപ്ഷൻ എ ആണ്, ഗെയിനിങ് റേഷ്യോ. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് അക്വയർ ഔട്ട്ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഇൻ ഗെയിനിങ് റേഷ്യോ ആണ്. ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. ഇത് ഉപയോഗിക്കുന്ന സാഹചര്യം റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഇത്ര സാഹചര്യങ്ങളിലാണ് ഗെയിനിങ് റേഷ്യോന്റെ ആവശ്യം വരിക. ഗെയിനിങ് റേഷ്യോ ആണ്. അപ്പോൾ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. 9. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം? നോട്ട് ട്രൂ എന്നാണ് ക്വസ്റ്റ്യന്. അതുകൊണ്ട് തന്നെ 9ൻ്റെ ആൻസർ പറയാണ്. 9 ഓപ്ഷൻ ബി ആണ്, സാക്രിഫൈസിങ് റേഷ്യോ ആണ്. 9 ബി, റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ്. അതാണ് ശരി ആൻസർ. അതായത് നോട്ട് ട്രൂ ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ആണ്. ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് കം ടു എൻഡ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ് ചെയ്യുന്നു. ദ എൻറ്റയർ ഫേം ഇൻക്ലൂഡിങ് ദ റിലേഷൻ എമംഗ് ആൾ പാർട്ട്നേഴ്സ് സീസ് ടു എക്സിസ്റ്റ്. അതൊക്കെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ തെറ്റായിട്ട് വരുന്ന നോട്ട് എന്ന് പറയുന്നത് വരുന്നത് റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് എന്നാണ്. യഥാർത്ഥത്തിൽ റിവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യല് ഈ എന്താ പറയാ ഡിസൊല്യൂഷൻ സമയത്തല്ല. അത് റിവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അഡ്മിഷൻ, റിട്ടയർമെന്റ് സമയങ്ങളിലാണ്. ഒരിക്കലും എന്തല്ല ഡിസൊല്യൂഷൻ സമയത്തല്ല. അപ്പൊ അത് ഇതന്നെ ഇവിടുത്തെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ ആൻസർ, തെറ്റെന്ന് സൂചിപ്പിച്ച ഇവിടുത്തെ ആൻസർ ശരിക്കും 9 ബി തന്നെയാണ്. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ 10. The proceeds from the sale of assets along with the contribution of partners at the time of dissolution of a firm are first used to pay off. അപ്പം അസറ്റ്
പാർട്ട്നേഴ്സിന്റെ കോൺട്രിബ്യൂഷന് ഒക്കെ അസറ്റ് വിറ്റ് കിട്ടുന്ന സംഖ്യ പാർട്ട്നേഴ്സിന്റെ കോൺട്രിബ്യൂഷന് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഫേം പിരിച്ചുവിടുന്ന സമയത്ത് കയ്യിൽ വരുമ്പോൾ ഫസ്റ്റ് അത് ഏത് ഓർഡറിലാണ് ഉപയോഗിക്കേണ്ടത്? അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പേ ചെയ്യാനാണോ, പാർട്ട്നേഴ്സ് അഡീഷണൽ ക്യാപിറ്റലിലേക്കാണോ, എക്സ്റ്റേണൽ ലയബിലിറ്റി മീറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ലോൺ ടു ദി ഫേം? ഇതിൽ ഏതിനാണ് ആദ്യം അത് ചെയ്യേണ്ടത്? ഫസ്റ്റ് യൂസ് ടു പേ ഓഫ്. അപ്പൊ അതിന് ഒരു ഓർഡർ ഉണ്ട്. സെയിൽസ് പ്രൊസീഡ്സും പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂഷനും ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത് ആ ഓർഡർ പ്രകാരം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആണ്. അത് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ലോൺ ആണ്, പിന്നെ ക്യാപിറ്റൽ, പിന്നെ സർപ്ലസ് ഡിസ്ട്രിബ്യൂഷന്. ആ രീതിയിലാണ് പോവുക. അപ്പോൾ ഓർഡർ പ്രകാരം ആദ്യം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ 10 സി ആണ്. എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആണ് ഇവിടുത്തെ ശരി ആൻസർ. ആദ്യം എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, പിന്നീട് പാർട്ട്നേഴ്സ് ലോൺ, ക്യാപിറ്റൽ. അങ്ങനെയാണ് എൻ്റെ ഓർഡർ മുന്നോട്ട് പോവുക. 11. The firm cost of capital is equal to the opportunity cost of equity capital in a dash firm. All debt financed firm, all equity financed firm, equity and debt financed firm, preference and equity financed firm. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അക്കൗണ്ടിങ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് 10 വരെ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇവിടുത്തെ ശരിയായ ആൻസർ 11 ആണ്. 11ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്. അതായത് ഓൾ ഇക്വിറ്റി ഫിനാൻസ്ഡ് ഫേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Companies with falling or constant profit can. Company with falling or constant profit can avoid paying dividend during inflation, paying more dividend during inflation, either A or B, none of this. 12ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അവോയ്ഡ് പേയിങ് ഡിവിഡൻഡ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ സമയത്ത് ഡിവിഡൻഡ് പേ ചെയ്താൽ എന്താ സംഭവിക്കാൻ നോക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, അവോയ്ഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ സമയത്ത് രണ്ടാമത്തെ ഓപ്ഷൻ പ്രകാരം പേ ചെയ്യുകയാണെങ്കിൽ എന്താണ് എഫക്റ്റ് നോക്കാം ആദ്യം. ഇതിൽ 12ന്റെ ആൻസർ എ ഓപ്ഷൻ തന്നെയാണ്. അവോയ്ഡ് ഡിവിഡൻഡ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ എന്നതാണ് ശരിയായ ആൻസർ. കാരണം ഇൻഫ്ലേഷൻ സമയത്ത് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ട്, മോർ ഫണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കമ്പനികൾക്ക് ഫണ്ട്, ഇൻഫ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ഫണ്ട് അധികമായിട്ട് ആവശ്യം വരും, അധികം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. എന്താ പറയുക, കാരണം മറ്റൊന്നല്ല, ഇൻഫ്ലേഷൻ സമയത്ത് വില കൂടുകയാണല്ലോ, കോസ്റ്റ് റൈസ് ചെയ്യാണ്. മാത്രമല്ല ഇഫ് പ്രോഫിറ്റ് ആർ നോട്ട് ഗ്രോയിങ്, പ്രോഫിറ്റ് ഒരുപക്ഷെ കൂടിയിട്ടുണ്ടാവില്ല. റിട്ടൈൻ ഏർണിംഗ് ഈസ് സേഫർ ദാൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് നടത്താതെ ആ ഫണ്ട് റിട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി സേഫ്, പ്രത്യേകിച്ചും ഇൻഫ്ലേഷൻ സമയത്ത്. മെനി കമ്പനീസ് ഫോളോ കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസി ഇൻ ദിസ് സിറ്റുവേഷൻ. ഇനി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ പോയിന്റ്, പേ മോർ ഡിവിഡൻഡ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ എന്നല്ല, തെറ്റാണെന്നല്ല പറഞ്ഞത്. അതെന്തുകൊണ്ട് തെറ്റാവുന്നു? അത് പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ അത് ട്രൂ അല്ല എന്ന് പറയാൻ കാരണം, പേയിങ് മോർ ഡിവിഡൻഡ് വെൻ പ്രോഫിറ്റ് ആർ എന്താ പറയാ സ്റ്റാഗ്നന്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഈസ് ഹൈ വിൽ വീക്കൻ ദ കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ. കാരണം പ്രോഫിറ്റ് സ്റ്റാഗ്നന്റ് ആണ്, ഇൻഫ്ലേഷന് പിന്നെന്താ പറയാ ഹൈ ആണ്. ഈ സമയത്ത് കമ്പനി വീക്കായ സമയത്ത് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് റെഡ്യൂസ് ഇന്റേണൽ റിസർവ് that could have been used to counter high cost and inflationary pressure. അപ്പോൾ അവോയ്ഡ് ഡിവിഡൻഡ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ എന്നതാണ് ശരിയായ ആൻസർ. പിന്നെ അടുത്ത് നോക്കാം. മാക്സിമൈസേഷൻ ഓഫ് ദി ഓണേഴ്സ് വെൽത്ത്, ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ്? Market price of a share, book value of firm's asset, salary paid to employee, all of this.
മാക്സിമൈസേഷൻ ഓഫ് ഓണേഴ്സ് വെൽത്ത് ഈസ് റെപ്രസെന്റ്. ഇതിൽ ഏതിലൂടെയാണ് ഓണേഴ്സ് റെപ്രസെന്റ് മാക്സിമൈസ് എന്താ പറയാ ഓണേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുക? 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ. ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് തീർച്ചയായിട്ടും ഡയറക്റ്റ് ആയിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ആണ്. മാർക്കറ്റിലെ ഷെയറിനുള്ള വില തന്നെയാണ്. അതൊരിക്കലും ബുക്ക് വാല്യൂ ഓഫ് ഫേംസ് അസറ്റോ സാലറി പേ ടു എംപ്ലോയീസിനോ ഒന്നല്ല. അത് ശരി ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. 14ന്റെ ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഡിവിഡൻഡ് amounts to capitalization of earnings and distribution of profit among the existing shareholders without affecting the cash position of the firm. Cash പൊസിഷനെ ബാധിക്കാതെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്താ പറയുക ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നു. അത് ഷെയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് എന്താ പറയുക ഡിവിഡൻഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ഏർണിങ്സ് എന്ത് ചെയ്യാണ് ക്യാപിറ്റലൈസ് ചെയ്തിട്ട് ഷെയർ ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നൽകി കഴിഞ്ഞാൽ അതിനെന്താ പറയാൻ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യന് PSCന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനൊരു ശരിയ ആൻസറിൽ കാണാൻ പറ്റും. ഇത് സ്റ്റോക്ക് ഡിവിഡൻഡ് ആണ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ബോണ്ട് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഇത് വ്യത്യസ്ത തരം ഡിവിഡൻഡുകളാണ്. എല്ലാം എന്താന്ന് ഒറ്റവാക്കിൽ നോക്കാം. പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 14ന്റെ ക്വസ്റ്റ്യന് ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റഡ് ആണ് എങ്കിലും ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റും. അതൊന്നും നോക്കാം. അത് സ്റ്റോക്ക് ഡിവിഡൻഡ് തന്നെയാണ്. സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ബോണസ് ഷെയർ ഉദ്ദേശിച്ചത്. ബോണസ് ഷെയർ മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് മറ്റുള്ള ഓപ്ഷനുകൾ നോക്കാം. ആദ്യം സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്താന്ന് നോക്കാം. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ക്യാഷിന് പകരം നൽകുന്നതാണ്. കമ്പനി ഇഷ്യൂ എ പ്രോമിസറി നോട്ട്, ഒരു സ്ക്രിപ്പാണ് നൽകുന്നത്, ഒരു പ്രോമിസറി നോട്ട്, ഒരു പേപ്പർ നൽകുന്നത് ടു ഷെയർ ഹോൾഡേഴ്സ്. അതിൽ പറയുന്ന പ്രോമിസ് എന്താണ്? ടു പേ ദ ഡിവിഡൻഡ് അറ്റ് എ ലേറ്റർ ഡേറ്റ്, പിന്നീട് ഡിവിഡൻഡ് നൽകും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു സ്ക്രിപ്പാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു പ്രോമിസറി നോട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ഡിവിഡൻഡിൽ. എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ കമ്പനി ഹാസ് പ്രോഫിറ്റ് ബട്ട് ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. ക്യാഷിന് ഷോർട്ടേജ് ഉണ്ടാവും. പ്രോഫിറ്റ് ഒക്കെ ഉണ്ട് ശരി തന്നെയാണ്, പക്ഷേ ക്യാഷിന് എന്തുണ്ടാവാം ഷോർട്ടേജ് വന്നിട്ടുണ്ടാവാം. ഇതൊരു ഷോർട്ട് ടേം ലാബിലിറ്റി കൂടിയാണ് എന്ത് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോമിസറി നോട്ടാണല്ലോ. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, ബട്ട് കയ്യിൽ എന്തില്ല ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഇഷ്യൂ സ്ക്രിപ്റ്റ് സർട്ടിഫിക്കറ്റ്സ്. അതിൽ പറയുന്നു പേബിൾ ആഫ്റ്റർ 6 months എന്നോ 1 എന്താ വെച്ചാൽ സമയപരിധി പറഞ്ഞിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ബോണ്ട് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഇവിടെ ഡിവിഡൻഡ് ആയി കൊടുക്കുന്നത് ബോണ്ടാണ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് പോലെ തന്നെയാണ്, പക്ഷെ എന്തുണ്ട് അത് ഷോർട്ട് ടേം നോട്ട് തന്നെയാണ്. കമ്പനി ഇഷ്യൂ ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡിബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ പ്ലേസ് ഓഫ് ക്യാഷ്. ക്യാഷിന് പകരമായിട്ട് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡിബെഞ്ചറുകളോ ബോണ്ടുകളാണ് എന്ത് ചെയ്യുന്നത് നൽകുന്നത്. എന്തുകൊണ്ട്? കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? വാണ്ട് ടു കൺവേർട്ട് ഡിവിഡൻഡ് ലാബിലിറ്റി ഇൻ ടു ലോങ് ടേം ഡെപ്റ്റ് ആയിട്ട് മാറ്റുക ചെയ്യുന്നത്. പിന്നെ ബോണ്ട് ഡിബെഞ്ചർ രൂപത്തിലാണ് ഇഷ്യൂ ചെയ്യുക. പിന്നെ മൂന്നാമത്തെ മറ്റൊരു ഓപ്ഷൻ സ്റ്റോക്ക് ഡിവിഡൻഡ് ചെയ്യുന്നു. അതിന് വേറെ പേരുണ്ട് ബോണസ് ഷെയർ എന്ന് പറയാം. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാൽ മതി, പക്ഷെ സ്റ്റോക്ക് ഡിവിഡൻഡ് ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞോളുന്നുണ്ടാവില്ല. ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി ഷെയർ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ആണ് ശരിക്കും സ്റ്റോക്ക് ഡിവിഡൻഡ്. സ്റ്റോക്കാണ് ഡിവിഡൻഡ് നൽകുന്നത്, ബോണസ് ഷെയർ ആണ് നൽകുന്നത്. എന്തുകൊണ്ട് നൽകുന്നു? എന്താ പറയാ അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവുകളൊക്കെ എന്ത് ചെയ്യാറ് ഇങ്ങനെ നൽകാറുള്ളത്. ഇതിന്റെ എഫക്റ്റ് എന്താ ചോദിച്ചാൽ കമ്പനിന്റെ ഷെയറിന്റെ എണ്ണം കൂടും എന്നല്ലാതെ കമ്പനിന്റെ പ്രൊമോട്ടർ ഹോൾഡിങ്ങോ അതിലൊന്നും ഒരു മാറ്റം മാറില്ല. പ്രൊപ്പോർഷൻ അതേ രീതിയിൽ തുടരും. അതായത് ഇൻക്രീസ് നമ്പർ ഓഫ് ഷെയർ റെഡ്യൂസ് ഏണിംഗ് പ്രഷർ. EPS എന്ത് ചെയ്യും? കുറക്കും. കാരണം നമ്പർ ഓഫ് ഷെയർ കൂടിയല്ലോ, സ്വാഭാവികമായിട്ടും EPS കുറയും. ബട്ട് ഷെയർ ഹോൾഡേഴ്സ് പ്രൊപ്പോർഷനേറ്റ് ഓണർഷിപ്പ് റിമെയിൻ സെയിം. ഓണർഷിപ്പ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും, അധിക നമ്പർ ഷെയർ കിട്ടിയിട്ടുണ്ടാവും എന്നേ ഉള്ളൂ. ഇപ്പോൾ കമ്പനി സാധാരണ 1:1 എന്നോ 1:2 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോക്ക് ഡിവിഡൻഡ് ബോണസ് ഷെയർ പ്രഖ്യാപിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു ഷെയർ ഓഫ് എവരി 2 ഷെയർ ഹെൽഡ്, 2 ഉള്ള ആൾക്ക് 1, അതാണ് 1:2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ റേഷ്യോയിൽ കൊടുക്കുകയാണെങ്കിൽ 1:1 എന്താ വെച്ചാൽ റേഷ്യോ പറയാറുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയാണ്. പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടിയാണ് ഡിവിഡൻഡ് ആയി കൊടുക്കുന്നത്. അതായത് ഡിവിഡൻഡ് പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് അസെറ്റ്, ക്യാഷ് അല്ല, അതർ ദാൻ ക്യാഷ് ആണ്.
ഇറ്റ് മേ ബി എ ഫിസിക്കൽ അസറ്റ്, അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി ആവാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. എന്തുകൊണ്ട് നൽകുന്നു വെച്ചാൽ വെൻ ദ കമ്പനി ഹാസ് സർപ്ലസ് അസറ്റ് ദാറ്റ് ആർ നോട്ട് നീഡഡ്. അപ്പൊ അസറ്റാണ് ഇവിടെ ക്യാഷിന് പകരമായിട്ട് നൽകുക. നോക്കാം അടുത്ത ക്വസ്റ്റ്യന് 15. വിച്ച് among the following not a determinant of dividend policy? 15ന്റെ ആൻസറും മുകളിലത്തെ പോലെ തന്നെ 14നെ പോലെ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു ആൻസർ ആയിരുന്നു. അതിന് ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ഈ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആൻസറിലേക്ക് പോകുന്നില്ല. ഇതിന് ഒരു വിഷയമുണ്ട് ഈ ക്വസ്റ്റ്യന്, നമുക്ക് ആൻസർ പറയാൻ കഴിയില്ല. 16. According to dash, whether increase in the value of firm result from the payment is dividend will be exactly offset by the decline in the market price share. പതിനാറ് ശരിക്ക് തിയറി എന്താ പറയുക, ഡിവിഡൻഡ് ഡസ് നോട്ട് അഫക്ട് ദ ഫേം വാല്യൂ. അതായത് ഡിവിഡൻഡ് ഒരിക്കലും ഫേമിന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്നില്ല എന്ന മോഡിഗ്ലാനി മില്ലറിന്റെ തിയറി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 16ന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. അതായത് മോഡിഗ്ലാനി ആൻഡ് മില്ലർ ആണ് ശരിയായ ആൻസർ ആയിട്ട് വരിക. അതായത് ഡിവിഡൻഡ് ഇറലവൻ്റ് ആണ്, അഫക്ട്സ് ഓൺലി ഡിസ്ട്രിബ്യൂഷൻ നോട്ട് വാല്യുവേഷൻ എന്ന അപ്രോച്ച് പ്രകാരം വെച്ചിട്ടാണ് ഇവിടെ ആൻസർ വരുന്നത്. 17ന്റെ ആൻസർ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അസംഷൻ ഓഫ് വാൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ്? നോട്ട് ആൻ അസംഷൻ ആണ് ചോദിച്ചത്. 17 ആ നോട്ട് എന്ന് പറയുന്ന അസംഷന് ഓപ്ഷൻ ബി ആണ്. എന്ന് പറയുമ്പോൾ ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേം ആർ ഫിനാൻസ്ഡ് യൂസിങ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ടിനെ എന്ന് പറഞ്ഞ അസംഷനോട് തെറ്റാണ്. ബാക്കി നോക്കാം. ഒരു ഡിവിഡൻഡ് സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അതിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ഫിനാൻഷ്യൽ ലിവറേജ്. മാത്രമല്ല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടാക്സേഷൻ, ഇൻഡസ്ട്രി നോംസ്, മാർക്കറ്റ് കണ്ടീഷൻ, ലീഗൽ റെസ്ട്രിക്ഷൻസ്, ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യാറുണ്ട്, ഡിവിഡൻഡ് പോളിസി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. 17ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 18. ദ ക്യാഷ് കെപ്റ്റ് അസൈഡ് ബൈ ദി ഇൻവെസ്റ്റർ equips him to exploit an attractive investment opportunity. This motive is termed as. ഒരു ഇൻവെസ്റ്റർ ക്യാഷ് ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ്. മാറ്റിവെച്ച് എന്തിനാണ്? ഒരു അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നാൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ക്യാഷ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടില്ല, ഒരു നല്ലൊരു പങ്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ചാൻസ് കിട്ടുക, അപ്പോൾ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മോട്ടീവിന് എന്താണെന്ന് പറയാ ചോദിച്ചത്. അത് പ്രിക്കോഷണറി മോട്ടീവ് ആണോ, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആണോ, ട്രാൻസാക്ഷൻ മോട്ടീവ് ആണോ, അല്ലെങ്കിൽ ഇവയൊന്നും അല്ലേ? 18ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആണ്. അപ്പോൾ ഓരോ മോട്ടീവ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറയുമ്പോൾ ആളുകൾ എന്താണ്, പണം ഡെറ്റ് ടു ഡേ എക്സ്പെൻസ്, ട്രാൻസാക്ഷൻ ആണല്ലോ, ഡെറ്റ് ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കപ്പെട്ട എന്താ പറയുക എമൗണ്ട് ആണ്. അത് എന്താണ്, ഡെറ്റ് ടു ഡേ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുമ്പോൾ അതെന്താണ്, മാറ്റി വെക്കുകയാണ്. അതായത് മണി ഈസ് ഹെൽഡ് ആസ് എ സേഫ്റ്റി റിസർവ്. ഒരു എമർജൻസി ആവശ്യം വരുമ്പോൾ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ട എമൗണ്ട് ആണ് പ്രിക്കോഷൻ ആക്കി വെച്ചതാണ് പ്രിക്കോഷണറി മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ പീപ്പിൾ ഹോൾഡ് മണി ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. എപ്പോഴാണ് ഒരു അവസരം വരിക, ആ അവസരത്തിലേക്ക് ഫണ്ട് ഇറക്കാൻ വേണ്ടി മാറ്റിവെച്ചാണ്. അത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു മാറ്റം വന്നാലോ, സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിൽ ഒരു എന്താ പറയാ ഡിപ്പ് വന്നാലോ, അങ്ങനെ ബോണ്ട് പ്രൈസിൽ മാറ്റം വന്നാലൊക്കെ ഒരു അനുകൂല സാഹചര്യം ഉപയോഗിക്കാനാണ് എന്ത് ചെയ്യുന്നത്, സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാറ്. അപ്പോൾ ട്രാൻസാക്ഷൻ അറിയുമ്പോൾ റെഗുലർ പേയ്മെന്റ് വേണ്ടിയിട്ടും, പ്രിക്കോഷണറി എന്ന് പറഞ്ഞാൽ എമർജൻസി
അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച ഫണ്ടാണ്. സ്പെക്കുലേറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരെ പറയാൻ പറ്റില്ല, വന്നാൽ ആ ഫണ്ടില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്, അതിനു വേണ്ടി മാറ്റി വെക്കപ്പെട്ട ഫണ്ടാണ് എന്ത്, സ്പെക്കുലേറ്റീവ്. 18. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 19. ഡാഷ് അപ്രോച്ച് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിപ്പെൻഡ്സ് മോർ ഓൺ ഷോർട്ട് ടേം ഫണ്ട്. അഗ്രസീവ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച്, ഹെഡ്ജിങ് അപ്രോച്ച്. ഈ ഓരോ അപ്രോച്ചും എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. നോക്കാം. ഇവിടുത്തെ ശരിയായ ആൻസർ 19 ഓപ്ഷൻ എ ആണ്, അഗ്രസീവ് അപ്രോച്ച് ആണ്. അഗ്രസീവ് അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, ഷോർട്ട് ടേം ഫണ്ടിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഹൈ റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അഗ്രസീവ് അപ്രോച്ച് എന്ന് പറയാൻ കാരണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ അവസാന ക്വസ്റ്റ്യൻ ആണ്. Under dash technique of inventory control, inventory items are classified based on their annual usage value in monetary terms. Annual usage value എന്നതാണ് കീവേഡ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. അത് VED അനാലിസിസ് ആണോ, അല്ലെങ്കിൽ ഗോൾഡ് അനാലിസിസ്, HML ഹൈ മീഡിയം ലോ അനാലിസിസ് ആണോ, ABC എന്ന് പറയുമ്പോൾ ആൾവേസ് ബെറ്റർ കൺട്രോൾ. ഇവിടുത്തെ ശരിയായ ആൻസർ 20D ഓപ്ഷൻ തന്നെയാണ്, ABC അനാലിസിസ് തന്നെയാണ്. കാരണം ABC അനാലിസിസ് എന്ന് പറയുമ്പോൾ ആൾവേസ് ബെറ്റർ കൺട്രോൾ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഇവിടെ ഐറ്റംസ് ക്ലാസിഫൈ ചെയ്യുന്നത് ആനുവൽ കൺസപ്ഷൻ വാല്യൂവിൻ്റെ ബേസിലാണ്. അതായത് A ഹൈ, B മീഡിയം, C ലോ എന്നീ 3 കാറ്റഗറി ആക്കിയിട്ട് ആണ് ഇവിടെ പ്രകാരം ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരിയായ ആൻസർ ABC തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.